മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം. സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റതിൽ അധ്യാപകർ തിരിഞ്ഞു നോക്കിയില്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവത്തിന് തുടക്കം. സ്കൂൾ വിട്ട സമയത്ത് സ്കൂളിലെ ടീച്ചർ ഓടിച്ച കാർ 10ാം തരം വിദ്യാർത്ഥിനിയുടെ കാലിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലിന്റെ എല്ലിൽ 3 പൊട്ടലുണ്ടായതിനാൽ തുടർ ചികിത്സയ്ക്ക് കോയമ്പത്തൂരിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ അധ്യാപകരാരും വിദ്യാർത്ഥിനിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച പ്രതിഷേധവുമായി എത്തിയത്. ഇതിനിടെ കുട്ടിയുടെ ചികിത്സാ ചെലവ് ആവശ്യപ്പെട്ട രക്ഷിതാക്കളും സ്കൂളിൽ എത്തുകയും ചെയ്തു. രക്ഷിതാക്കളും സ്കൂൾ മാനേജ്മെന്റും നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധവും കെട്ടടങ്ങിയത്. ആ ബാത്റൂം കഴിഞ്ഞാൽ പുറത്ത് കിട്ടുകയും ഓപ്പറേഷൻ വെച്ചാണ് ഭയങ്കര അപ്പോൾ ഇവർ ഇതന്നെയാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി ഇടിച്ചതാണെന്ന് പറയുന്നത്. പിന്നെ എക്സ്റേ എടുക്കാൻ കുറേ പിന്നെ ഈ വിളിച്ച ടീച്ചർ പനിയാണ് അതാണ് അവിടെയാണ് ഒന്ന് സ്കോർ ചെയ്തത്. അവിടെ ടീച്ചറിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറിനെ വെച്ച് ഒരു കളിച്ചതാണ്. ഈ വണ്ടി ഇടിച്ച പീഗൻ ടീച്ചറിൻ്റെ ബ്രദർ അവിടെ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായി പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഇവള് മൈനറും ആണല്ലോ, ആ പ്രശ്നം വരുന്ന എഴുതിയിട്ട് ഇവളവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉള്ള ഇവളെ ഏത് നിയമത്തിലാണുള്ളത്, ഹോസ്പിറ്റലിൽ യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റൂല എന്ന്, പോലീസ് സ്റ്റേഷനിൽ ഗേൾസിന് നിൽക്കാൻ പറ്റില്ല എന്നറിയാം. 6 മണിക്ക് ശേഷം ഓക്കെ, ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല എന്ന് എവിടെ പറയുന്നത്? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ പറഞ്ഞേക്ക് അവർ ചെയ്തത്. ഹോസ്പിറ്റലിൽ മാറ്റി മക്കളെ പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ മാറ്റി ഈസ്റ്റ് ലൈവ് മലപ്പുറം.